നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സ് ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കൊരു മനസ്സുണ്ട്, അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു മനസ്സിന് രണ്ട് തലങ്ങളാണുള്ളത്, ബോധതലവും അബോധതലവും. നിങ്ങൾ ബോധ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അത് സ്വാഭാവികമായും തന്നെ എന്ത് നമ്മൾ ചിന്തിക്കുന്നു അവയെല്ലാം ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് അത് നമ്മുടെ ചിന്തകളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രകാശിക്കപ്പെടുന്നു. ബോധ മനസ്സും ഉപബോധ മനസ്സും രണ്ടും രണ്ട് മനസ്സല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അവ ഒരു മനസ്സിനുള്ളിലെ രണ്ട് പ്രവർത്തന മേഖലകളാണ്. നിങ്ങളുടെ ബോധ മനസ്സ് യുക്തിപരമായി ചിന്തിക്കുന്ന മനസ്സാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നതും ഒരു വീട് വാങ്ങിക്കുന്നത്. നിങ്ങൾ ബോധ മനസ്സാലെയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി തിരഞ്ഞെടുക്കുക എന്ന പ്രക്രിയ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഹൃദയം പ്രവർത്തിക്കുന്നു. അതുപോലെ ദഹന പ്രക്രിയകൾ, രക്തസംക്രമണം, ശ്വസനം എന്നിവ ഉപബോധ മനസ്സിലാൽ നടക്കുന്നവയാണ്. ഇവ നിങ്ങളുടെ ബോധ മനസ്സിന്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാണ്. നിങ്ങൾ യുക്തിപരമായി വിശ്വസിക്കുന്നതിനെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. ബോധ മനസ്സ് ചെയ്യുന്നത് പോലെ ഉപബോധ മനസ്സ് യുക്തിപരമായി ചിന്തിക്കുന്നില്ല, അതുപോലെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുമില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് നല്ലതും ചീത്തയുമായ എല്ലാത്തരം വിത്തുകളെയും സ്വീകരിക്കുന്ന ഒരു മണ്ണായിട്ട് നമുക്ക് സങ്കല്പിക്കാം. നിങ്ങളുടെ കർമ്മക്ഷമമായ ചിന്തകൾ അതിലെ വിത്തുകളുമാണ്. നിഷേധാത്മകമായതും സൃഷ്ടിപരമല്ലാത്തതും ആയ ചിന്തകൾ ഉപബോധ മനസ്സിൽ നിഷേധകമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ നല്ലതും ചീത്തയും എന്തുമായിക്കോട്ടെ, സത്യമാവാം അസത്യമാവാം, ഇവയെല്ലാം പരിശോധിച്ച് അവയെ നിർണ്ണയിക്കുക എന്ന ജോലി നിങ്ങളുടെ ഉപബോധ മനസ്സ് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ ബോധ മനസ്സിന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിസ്പന്ദനം നടത്തുകയുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങളൊരു സംഗതി യുക്തിപരമായി ശരിയാണെന്ന് സങ്കല്പിക്കുകയാണ്, എന്നാൽ അത് അസത്യമായിരിക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ഫലമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം ഉപബോധ മനസ്സ് നിങ്ങളുടെ ബോധ മനസ്സിനെ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രതിപ്രവർത്തനം പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകൃതി അനുസരിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുക. നിങ്ങൾ നല്ലത് വിചാരിക്കുന്നുവെങ്കിൽ നല്ലത് വരും. നിങ്ങൾ തിന്മയാണ് വിചാരിക്കുന്നതെങ്കിൽ ഫലം തിന്മയും തന്നെയായിരിക്കും. നിരന്തരമായി കാണുകയും കേൾക്കുകയും സെൽഫായി പറയുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിരന്തരമായി നമ്മളൊരു രോഗത്തിലോ അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ എനിക്ക് ഇന്ന രോഗങ്ങൾ വന്നേക്കാമെന്ന് ചിന്തിക്കുകയോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അത് രോഗമായിട്ട് സങ്കല്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ നിത്യരോഗിയായി മാറുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ രോഗത്തിന് അടിമപ്പെട്ടു പോയേക്കാം. ഇവിടെയാണ് അക്യുപങ്ക്ചർ എന്ന ട്രീറ്റ്മെന്റ് പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അതിൽ നിന്നെല്ലാം മുക്തി നേടി ഒരു പുനർജീവിതം ഇതിൽ സാധ്യമാണ്. ഏതുതരം രോഗമായാലും അക്യുപങ്ക്ചറിൽ ഫലപ്രാപ്തി നേടുന്നുണ്ട്. ഇതൊരു മഹത്തരമായ ചികിത്സാ രീതിയായി അംഗീകരിക്കപ്പെടുന്നു. താങ്ക് യു.